മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക വായനയിൽ ഇന്ന് എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു എന്ന നോവലിൻ്റെ തുടർച്ച. ഉപദേഷ്ടാക്കൾ നൂഹ്, ഇബ്രാഹിം, ദാവൂദ്, മൂസ, ഈസ, മുഹമ്മദ്. മുഹമ്മദ് നബി ഒടുവിലത്തെ പ്രവാചകനാണ്. ഇനി നബിമാരാരും ഉണ്ടാവുന്നതല്ല. മുഹമ്മദ് നബിയോടുകൂടി എല്ലാം നിറവടി ആയിരിക്കുന്നു. മുഹമ്മദ് നബിയുടെ മൂത്ത മകളുടെ പേര് ഫാത്തിമ എന്നായിരുന്നു. പാത്തുമ്മ എന്നും ആളുകൾ പറയും. ഫാത്തിമ ബീവിയെ ഖലീഫ അലിക്കാണ് മുഹമ്മദ് നബി കല്യാണം കഴിച്ചു കൊടുത്തത്. അലി വലിയ വീരസുരപരാക്രമിയായിരുന്നു. ദുൽഫഖാർ എന്ന ലംഘുന്ന ഒരു വാളുണ്ടായിരുന്നു അലിക്ക്. റബ്ബുൽ ആലമീനായ തമ്പുരാൻ്റെ ആജ്ഞപ്രകാരം അലി ആ വാൾ കടലിലെറിഞ്ഞു. എല്ലാ മത്സ്യങ്ങളുടെയും കഴുത്ത് അത് അറുത്തു. അതാണ് മീനിൻ്റെ എല്ലാ കഴുത്തും രണ്ടു വശത്തും അറുത്തതായി കാണുന്നത്. അന്നു മുതൽക്കാണ് മീൻ ഇസ്ലാമിന് ഹലാൽ ആയത്. ഖലീഫ അലിക്ക് മുമ്പ് ഭൂമിയിലെ ജലാശയങ്ങളിൽ ചകളയുള്ള മീൻ ഉണ്ടായിരുന്നില്ലേ? കടലിലേക്ക് വാൾ എറിയാൻ ദൈവം പറഞ്ഞതായിട്ടാണല്ലോ പറയുന്നത്. ദൈവം പറയുമോ? ഐതിഹ്യമായി വരാം. സത്യമേത് പൊയ് ഏത് കുഞ്ഞുപാത്തുമ്മാക്ക് അറിഞ്ഞുകൂടാ. പള്ളിയിൽ വെച്ചുള്ള മുസ്ലിയാക്കന്മാരുടെ വഅസ് എന്ന പ്രസംഗങ്ങളിൽ കേട്ടതാണ്. അതൊക്കെ ശരിയാണെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുപാത്തുമ്മ വിചാരിച്ചു, അവളെ കെട്ടാൻ വരുന്ന ചെറുക്കൻ വലിയ സുജായി ആയിരിക്കുമോ? ഒന്നും അറിഞ്ഞുകൂടാ. ആരോട് ചോദിക്കും? പിന്നെ ഒന്നുള്ളത് പറയുന്നത് ചെയ്യുക, കൊടുത്തത് സ്വീകരിക്കുക. ഇതാണ് ഒരു മുസ്ലിം യുവതിയുടെ കടമ. ഇത് കുഞ്ഞുപാത്തുമ്മ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധമായി റബ്ബുൽ ആലമീനായ തമ്പുരാനും അവൻ്റെ റസൂലായ മുഹമ്മദ് നബിയും എന്ത് കൽപ്പിച്ചിട്ടുണ്ട്? അർത്ഥം അറിഞ്ഞുകൂടെങ്കിലും അവൾ ഖുർആൻ ഓതിയിട്ടുണ്ട്.